26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണ ശുപാർശകൾ സമർപ്പിക്കാൻ നിശ്ചയിച്ച 12ാം ശമ്പള കമ്മീഷൻ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. മെയ് 23-നായിരുന്നു റിപ്പോർട്ട് നൽകേണ്ടിയിരുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തീയതി നീട്ടാനുള്ള ഫയൽ ഈ ബുധനാഴ്ച മന്ത്രിസഭ പരിഗണിച്ചില്ല. മെയ് 26 മുതൽ ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിലാണ്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണ ശുപാർശകൾ സമർപ്പിക്കാൻ നിശ്ചയിച്ച 12ാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. മെയ് 23-നായിരുന്നു റിപ്പോർട്ട് നൽകേണ്ടിയിരുന്ന സമയം. റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തീയതി നീട്ടാനുള്ള ഫയല് ഈ കഴിഞ്ഞ ബുധനാഴ്ചയും മന്ത്രിസഭ പരിഗണിച്ചിട്ടില്ല. മെയ് 26 മുതൽ ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ തന്നെയുണ്ട്. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതി എന്ന ധവളപത്രത്തിലെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചിരുന്നു. സംസ്ഥാനം വിഭവങ്ങളുടെ 80%-ഓളവും ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കാണ് ചിലവഴിക്കുന്നതെന്നും ഇത് മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും വളരെ കൂടുതലാണെന്നുമാണ് ധവളപത്രത്തിലുള്ളത്. ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് ഭൂരിഭാഗവും ശമ്പളത്തിനും പെൻഷനുമായി ചിലവഴിക്കുന്നത് ശരിയല്ലെന്നും വിരമിക്കൽ പ്രായം ഉയർത്തണമെന്നുമാണ് ധവളപത്രത്തിലെ മറ്റ് നിർദ്ദേശങ്ങൾ. കഴിഞ്ഞ ഫെബ്രുവരി 23-നാണ് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയി അധ്യക്ഷനായി കമ്മീഷനെ നിയമിച്ചിരുന്നത്. ധൻ അഡീഷണൽ സെക്രട്ടറി VR ശോഭയാണ് സെക്രട്ടറി. 3 മാസത്തിലധികം റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു നിർദ്ദേശം. മെയ് 22-ന് കാലാവധി പൂർത്തിയാകുന്നതിനാൽ തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ 24-ന് ഒരു കത്ത് നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനായതിനാൽ തീരുമാനമായില്ല. പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ 2 തവണ കൂടി കത്ത് നൽകിയെങ്കിലും UDF സർക്കാർ മറുപടിയൊന്നും നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.